വന്ദേ മാതരം ഒരു ഗാനം മാത്രമല്ല, ഒരു ദേശീയ ഓർമ്മ. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു ഗാനം എത്ര വലിയ ശക്തിയാകാം? ഒരു വരി, ഒരു വാക്ക്, വന്ദേ മാതരം. ഇത് കേൾക്കുമ്പോൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഉയരുന്നത് വെറും സംഗീതമല്ല, ഒരു കാലഘട്ടമാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഉയരുന്ന ഒരു ജനതയുടെ ആത്മവിശ്വാസമാണ്, മാതൃഭൂമിയോടുള്ള സ്നേഹമാണ്. സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് മുൻപേ സ്വതന്ത്ര ഇന്ത്യയുടെ സ്വപ്നം കണ്ട ഒരു തലമുറയുടെ ശബ്ദമാണ്. പക്ഷേ ഇന്ന് 100-ലധികം വർഷങ്ങൾക്ക് ശേഷം അതേ വന്ദേ മാതരത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുകയാണ്. എന്തുകൊണ്ട്? വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗാനമാണോ? അതിന്റെ ചരിത്രം എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി അതിന് എന്താണ് ബന്ധം? എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ ഗാനം മുദ്രാവാക്യം പോലെ ഏറ്റെടുത്തത്? എന്തുകൊണ്ടാണ് ഇന്നും ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ഇത് ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമായി ഉയരുന്നത്? അതേസമയം ചില വിഭാഗങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എതിർപ്പുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്ക് വികാരത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. ഇന്ത്യയുടെ നാഷണൽ ആന്തം അഥവാ ദേശീയ ഗാനം ജനഗണമനയാണ്. വന്ദേ മാതരം അതിൽ നിന്നും വ്യത്യസ്തമാണ്. വന്ദേ മാതരം ഇന്ത്യയുടെ നാഷണൽ സോങ് ആയി അംഗീകരിക്കപ്പെട്ട ഗാനമാണ്. ചിലർ ഈ ഒരു വാദം തെറ്റായ ഉദ്ദേശത്തോടെ ഉന്നയിക്കുന്നുണ്ട്. BJP ഗവൺമെന്റ് വന്നാൽ മറ്റു മതസ്ഥർ പാകിസ്ഥാനിലോ മറ്റോ പോകേണ്ടി വരുമെന്ന ഒരു വാദം ഉണ്ടായിരുന്നല്ലോ. അത്തരത്തിൽ വെറുപ്പും ഭയവും വളർത്തി എന്തോ വലിയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അവർ കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന കുറുനരി തന്ത്രം, ഡിവൈഡ് ആൻഡ് റൂൾ. അറിയാലോ, വലിയ കാര്യമായി ഭാരതത്തിന് തളികയിൽ തന്ന സ്വാതന്ത്ര്യം എന്ന് ചിലർ അവരുടെ മഹാമനസ്സായി പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു വരി കവിതയാണ് എനിക്ക് പറയാനുള്ളത്. जाने कितने झूले थे फांसी पर, कितनों ने गोली खाई थी, क्यों झूठ बोलते हो साहिब कि आजादी आई थी ചർക്കേ സേ. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: എത്രയോ പേർ തൂക്കുമരത്തിലേറി, എത്രയോ പേർ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി, പിന്നെ എന്തിനാണ് സാഹിബ് നിങ്ങൾ നുണ പറയുന്നത്? ചർക്കയിലൂടെയാണ് സ്വാതന്ത്ര്യം വന്നതെന്ന്. ഓർമ്മപ്പെടുത്തലല്ല, വികാരത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. 23 വയസ്സിൽ കഴുമരത്തെ നോക്കി പുഞ്ചിരിച്ച ഭഗത് സിംഗും സുധേവും, 22 വയസ്സിൽ നെഞ്ചുവിരിച്ച് മരണം വരിച്ച രാജ്ഗുരുവും, 27 വയസ്സിൽ രക്തസാക്ഷിയായ അഷ്ഫാഖുള്ള ഖാനും, 30 വയസ്സിൽ ജീവൻ അർപ്പിച്ച രാം പ്രസാദ് ബിസ്മില്ലും തങ്ങളുടെ യൗവനവും സ്വപ്നങ്ങളുമെല്ലാം ഈ മാതൃഭൂമിയുടെ മണ്ണിൽ ഹോമിച്ചവരാണ്. അഹിംസയുടെ പാതയിലൂടെ മാത്രം നമ്മൾ നേടിയെടുത്തതല്ല ഈ സ്വാതന്ത്ര്യം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ഗർജിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നെഞ്ചിലേക്ക് ഇരച്ചു കയറിയ സാക്ഷാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ധീരന്മാരുടെ പോരാട്ട വീര്യം കൂടെയാണിത്. ഇന്നീ കാണുന്ന സ്വാതന്ത്ര്യ ഇന്ത്യ തങ്ങളുടെ ജീവനും ചോരയും നൽകി അവർ പണിതുയർത്തിയതാണ്. ആ ത്യാഗത്തിന്റെ വില കുറച്ചുപേർ അഹിംസാ കാർഡ് പൊക്കിപ്പിടിച്ച് ഫൗൾ കളിക്കുന്നുണ്ട്. തന്ന സ്വാതന്ത്ര്യം കിട്ടിയവർക്ക് ഗുണമുണ്ടാകാതിരിക്കാൻ ആദ്യം പറഞ്ഞ ഡിവൈഡ് ആൻഡ് റൂൾ വേറെ ലെവൽ പണി ഭാരതത്തിന് നൽകിയിട്ടാണ് അവർ കപ്പൽ കയറിയത്. ഭാരതം രണ്ടായി പിളർന്നതും പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രം ഉണ്ടായതും അങ്ങനെയാണ്. ഇതേ ഫൗൾ പ്ലേ ആണ് വിദ്വേഷത്തിന്റെ കാർഡിപ്പോൾ ഇറക്കുന്നവരുടെ രീതിയും. അവർ ഹിന്ദുവിനെ ശത്രുവാക്കാൻ പല വഴി ശ്രമിക്കും. മോദി മുസൽമാനെ നാട് കടത്തുമെന്ന് പറഞ്ഞ് പാവങ്ങളെ ഭയപ്പെടുത്തും. നാട്ടിൽ അസഹിഷ്ണുതയ്ക്ക് വിത്തിടും. മുട്ടനാടുകളെ കൂട്ടിയിടിപ്പിച്ച് അവരുടെ ചോര കുടിക്കാൻ നിൽക്കുന്ന ചെന്നായകളെ പോലെ അവർ നമ്മുടെ ഇടയിൽ മറഞ്ഞിരിക്കും. എന്നാൽ 2 കൈ തട്ടിയാലല്ലേ ശബ്ദമുണ്ടാകൂ? അതെ, ഹിന്ദു എന്നത് ഒരു മതമല്ലല്ലോ, ജീവിത ശൈലിയല്ലേ. ഈ ഭാരതത്തിൽ ജനിച്ച എല്ലാവരും ആ ശൈലി പിന്തുടരുന്നവരല്ലേ. അതിനാൽ മറഞ്ഞിരിക്കുന്ന ചെന്നായകൾക്ക് അവരുടെ ദുഷ്ടലാകം നടപ്പിലാക്കാൻ കുറെ കാലമായിട്ട് പറ്റുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ആ ടീമിന്റെ ഏറ്റവും പുതിയ കളിയാണ് വന്ദേ മാതരം എന്ന് പറഞ്ഞ് തമ്മിലടുപ്പിച്ച് ശേഷം നാടിന്റെ ഐക്യം നഷ്ടപ്പെടുത്തുക എന്നത്. അതിനാൽ ആദ്യം വന്ദേ മാതരം ദേശീയ ഗാനമായി മാറ്റി എന്ന് പറയുന്നത് ചരിത്രപരമായി കൃത്യമല്ല. അത് രാജ്യസ്നേഹം ഉള്ള ആർക്കും ആലപിക്കാം. വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. കേരളത്തിൽ നമ്മൾ കണ്ടതല്ലേ, അവർ അവിടെ വേണ്ടെന്ന് വെച്ചു. തമിഴ് ഭാഷാ സ്നേഹമുള്ളതിന് പേരുകേട്ട തമിഴ്നാട്ടിൽ പോലും വന്ദേ മാതരം ആലപിച്ചു കേട്ടോ. ജമ്മു കാശ്മീരിലും ഒരു പ്രശ്നവും ഉണ്ടായില്ല. എന്നാൽ കേരളത്തിൽ പാടിയില്ല.
എന്തുണ്ടായി? കേന്ദ്രം വാളെടുത്തോ? വി.ഡി. സതീശനെ നാടുകടത്തിയോ? ഇതാണ് ഞാൻ മുൻപേ സൂചിപ്പിച്ച സംസ്കാരം. അതുള്ള കാലത്തോളം മുട്ടനാടുകൾ പരസ്പരം കൂട്ടിയിടിക്കില്ല, ചെന്നായ ചോര കുടിക്കില്ല. പക്ഷേ കേരളം വന്ദേ മാതരം പാടിയില്ല എന്നതുകൊണ്ട് വന്ദേ മാതരത്തിന്റെ ദേശീയ പ്രാധാന്യം കുറയുന്നില്ല. കാരണം അതിന്റെ ചരിത്രം സ്വതന്ത്ര ഇന്ത്യയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതാണ്. 19ാം നൂറ്റാണ്ടിലാണ് കഥ തുടങ്ങുന്നത്. അന്ന് BJP RSS ഒന്നും പിറന്നിട്ടില്ല കേട്ടോ. 1870കളിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ ഗാനം രചിക്കുന്നത്. 1882ലാണ് ഇത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. RSS രൂപീകരിക്കപ്പെട്ടത് വന്ദേ മാതരം രചിച്ച് ഏകദേശം അരനൂറ്റാണ്ടിന് ശേഷം. BJP രൂപീകരിക്കപ്പെട്ടത് വന്ദേ മാതരം രചിച്ച് 1 നൂറ്റാണ്ടിന് ശേഷം. ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ ഇന്ത്യൻ സാഹിത്യത്തിലെ മഹത്തരമായ പേരുകളിൽ ഒന്ന്. അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന കൃതിയിലാണ് വന്ദേ മാതരം പ്രസിദ്ധമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ മാതാവ് എന്ന പ്രതീകത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് സ്വന്തം മാതൃഭൂമിയാണ്. ആ മാതൃഭൂമിയെ പച്ചപ്പും നദികളും വിളവുകളും കാറ്റും പ്രകൃതി സൗന്ദര്യവും അവളുടെ മഹത്വവും ഇവയെല്ലാം ഒരു അമ്മയുടെ രൂപത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് വന്ദേ മാതരം രൂപീകരിക്കപ്പെട്ടത്. ആദ്യത്തെ 2 പദ്യങ്ങളാണ് പിന്നെ ദേശീയ പ്രസ്ഥാനത്തിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. സുജലാം അതായത് ജലസമ്പന്നമായ, സുഫലാം അതായത് സമൃദ്ധമായ, മലയജ ശീതളാം മലകളിൽ നിന്നെത്തുന്ന ശീതളമായ കാറ്റുള്ള, സസ്യശ്യാമളാം പച്ചപ്പാർന്ന വിളകളാൽ സമ്പന്നമായ. അത്തരമൊരു മാതൃഭൂമിയെയാണ് ഗാനം വണങ്ങുന്നത്. അടുത്ത വരി: സുഭ്രജോത്സന പുളകിതയാമിനി, ചന്ദ്രപ്രകാശത്തിൽ കുളിച്ച രാത്രികൾ, പുല്ലകുസുമിത ധ്രുമതല ശോഭനി, പൂത്തുലഞ്ഞ മരങ്ങളും പുഷ്പങ്ങളും കൊണ്ട് മനോഹരമായ ഭൂമി, സുഹാസിനിയും സുമധുരഭാസിനിയും, പുഞ്ചിരിയോടെ സംസാരിക്കുന്ന മധുരമായ ഭാഷ സംസാരിക്കുന്ന മാതാവ്, സുഗതാം വരദാം മാതരം, സുഖം നൽകുന്ന വരങ്ങൾ നൽകുന്ന മാതാവേ, വന്ദേ മാതരം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വന്ദേ മാതരം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി മാത്രം ജനിച്ചില്ല. മാതൃഭൂമിയോടുള്ള ഒരു സാംസ്കാരികവും കാവ്യാത്മകവുമായ അഭിവാദ്യവുമായിട്ടാണ് അത് രൂപീകരിക്കപ്പെട്ടത്. പിന്നെ അതിന് ലഭിച്ച രാഷ്ട്രീയ ശക്തിയാണ് അതിനെ ചരിത്രത്തിൽ അമരമാക്കിയത്. ബംഗാൾ വിഭജനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു. അവിടെ വന്ദേ മാതരം ഒരു ഗാനത്തിൽ നിന്നും ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ശബ്ദമായി മാറുകയായിരുന്നു. റാലികളിൽ, യോഗങ്ങളിൽ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളിൽ, സ്വാതന്ത്ര്യ സമര പ്രവർത്തകരുടെ കൂട്ടായ്മകളിൽ വന്ദേ മാതരം മുഴങ്ങിത്തുടങ്ങി. ഒരു ഭരണകൂടത്തിനെതിരെ ആയുധമില്ലാതെ നിൽക്കുന്ന ജനങ്ങൾക്ക് ഒരു ഗാനം പോലും ശക്തിയാകണമെന്ന് ചരിത്രം അന്ന് തെളിയിച്ചു. വന്ദേ മാതരം എന്നൊരാൾ വിളിക്കും, മറ്റുള്ളവർ അതേ ശബ്ദത്തിൽ ഏറ്റുപറയും. അതൊരു കൂട്ടായ മനസ്സിന്റെ പ്രകടനമായി മാറി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഈ ഗാനത്തിന് ലഭിച്ച സ്ഥാനം അതുകൊണ്ടാണ് ഇത്ര പ്രത്യേകമായത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ വേദികളിലും വന്ദേ മാതരം ആലപിക്കപ്പെട്ടു. അവർ അന്നൊരു മടിയും ഭയവുമില്ലാതെ ആ വരികൾ മുഴുവൻ പാടി. എന്നാൽ ഇന്നോ അവർക്കത് ഒഴിവാക്കണം. പാടിത്തുടങ്ങിയ വരികൾ മുഴുവൻ പാടിത്തീർന്നാൽ ലോകം അവസാനിക്കുന്ന ഒരു പ്രശ്നവും അപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മുടെ ദേശീയ ഗീതത്തെ അപമാനിക്കും വിധം പെരുമാറിയത്? ഈ അടുത്തൊന്നും കോൺഗ്രസ് അധികാരത്തിലെത്തില്ല എന്ന് ഉറപ്പാണ്. ഇതുപോലെ രാജ്യത്തെ അപമാനിക്കുന്ന വിധം പെരുമാറിയാൽ അത് പോട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമുക്ക് തിരിച്ചു വരാം. 1920കളിലും 1930കളിലും 1940കളിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഈ ഗാനത്തിന് വലിയ സാന്നിധ്യമായിരുന്നു ഉണ്ടായിരുന്നത്. വന്ദേ മാതരവുമായി ഇന്ത്യക്കാരുടെ ബന്ധം ഇന്നലെയോ ഇന്നോ ആരംഭിച്ചതല്ല, ഒരു നൂറ്റാണ്ടിലേറെയായി പഴക്കമുള്ളതാണ്. സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ഓർമ്മയിൽ തന്നെ അത് ആഴത്തിൽ പതിഞ്ഞിരുന്നു. എന്നാൽ വന്ദേ മാതരത്തിന്റെ ചില പദ്യങ്ങളിൽ ഹിന്ദു ദേവീ പ്രതീകങ്ങളുമായി ബന്ധമുള്ള ഭാഷയും ചിത്രീകരണവും കാണാം എന്നതാണ് ഇപ്പോൾ പൊക്കിപ്പിടിക്കുന്ന വലിയ പ്രശ്നം. ആ വരികൾ നമുക്ക് നോക്കാം. ത്വമഹി ദുർഗ ദശപ്രഹരണധാരിണി, കമല കമല ധല വിഹാരിണി, വാണി വിദ്യാദായിനി,
നമാമി ത്വം നമാമി കമലാം അമലാം അതുലാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ വരികളിലൂടെ മാതൃഭൂമിയെ ഹൈന്ദവ ദൈവങ്ങളോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. ദുർഗാദേവി. ത്വമഹി ദുർഗ ദശപ്രഹരണധാരിണി. 10 കൈകളിലും ആയുധമേന്തിയ ദുർഗാദേവി നീ തന്നെയാണ്, മാതൃഭൂമി തന്നെയാണ്. രാജ്യത്തെ സംരക്ഷിക്കുന്ന ശക്തിയായിട്ടാണ് ഇവിടെ മാതൃഭൂമിയെ കാണിക്കുന്നത്. ലക്ഷ്മി ദേവി. കമല കമലധല വിഹാരിണി. താമരപ്പൂവിൽ വസിക്കുന്ന കമല അഥവാ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ലക്ഷ്മി ദേവി നീ തന്നെയാണ്. സരസ്വതി ദേവി. വാണി വിദ്യാദായിനി നമാമി ത്വം. അറിവ് നൽകുന്ന വാണി അഥവാ സരസ്വതി ദേവിയെയും നീ തന്നെയാണ്. നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. വന്ദേ മാതരം. ഈ ഗാനത്തിന്റെ മുഴുവൻ വരികളും കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയോ വർഗീയതയോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും ഇതിൽ യാതൊരു പ്രശ്നവും കാണാൻ കഴിയില്ല. കാരണം ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത് വർഗീയതയല്ല, മറിച്ച് അങ്ങേയറ്റത്തെ ദേശഭക്തിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ചിലർക്ക് ഈ വരികൾ കേൾക്കുമ്പോൾ പൊള്ളുന്നത്? അത് ഗാനത്തിന്റെ കുഴപ്പമല്ല, മറിച്ച് അതിനെ ആ രീതിയിൽ മാത്രം കാണാൻ ശ്രമിക്കുന്നവരുടെ മാനസിക സമീപനത്തിന്റെ കുഴപ്പമാണ്. മാതൃഭൂമി അറിവിന്റെ സരസ്വതിയായും ഐശ്വര്യത്തിന്റെ ലക്ഷ്മിയായും ശക്തി സ്വരൂപിണിയായ ദുർഗയായും സങ്കല്പിക്കുന്നത് ഒരു മതത്തിന്റെ അടിച്ചേൽപ്പിക്കലല്ല, അതൊരു സാംസ്കാരിക പ്രതീകമാണ്. ഈ രാജ്യത്തിന്റെ ആത്മാവിനെ തൊട്ടറിയുന്ന ഒരു കാവ്യാത്മകമായ സങ്കല്പം. നമ്മളൊന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. സ്വാതന്ത്ര്യ സമരത്തിന്റെ പോർക്കളങ്ങളിൽ നെഞ്ചിലേക്ക് പാഞ്ഞു കയറുന്ന ബ്രിട്ടീഷ് വെടിയുണ്ടകളെ ചിരിച്ചുകൊണ്ട് നേരിട്ടപ്പോൾ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജാതിയും മതവും മറന്ന് ഒരേ സ്വരത്തിൽ ഏറ്റുപാടിയത് ഇതേ വരികളാണ്. അന്നാർക്കും ഇതൊരു പ്രശ്നമായിരുന്നില്ലല്ലോ. ഇനി ഇതൊരു പ്രത്യേക മതത്തിന്റെ മാത്രം കാര്യമാണെന്ന് വാദിക്കുന്നവർ സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സൈന്യത്തെ ഒന്ന് നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര സ്ഥാപനമാണ് ഇന്ത്യൻ ആർമി. എന്നാൽ യുദ്ധമുഖത്തിലേക്ക് കുതിച്ചു ചാടുമ്പോൾ ബീഹാർ റെജിമെന്റിന്റെ പോർവിളി ജയ് ബജറംഗ് ബലി എന്നാണ്. രജ്പുത് റൈഫിൾസിന്റെ രാജ രാംചന്ദ്ര കി ജയ് എന്നും ഗൂർഖ റെജിമെന്റിന്റെ ജയ് മാ കാളി എന്നുമാണ്. കൂടാതെ സാക്ഷാൽ അയ്യപ്പ ഭഗവാനെ വരെ ശരണം വിളിച്ച് പട്ടാളക്കാർ പോകാറുണ്ട്. ഇതൊന്നും കേട്ട് ഇന്ത്യൻ സൈന്യത്തിന് മതേതരത്വം ഇല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? എന്നാൽ ഈ ദൈവങ്ങളുടെ പേരവർ വിളിക്കുന്നത് മതത്തിന്റെ പേരിലല്ല, മറിച്ച് ചോര തിളപ്പിക്കുന്ന ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ പേരിലാണ്. ഇതെല്ലാം ഈ രാജ്യത്തിന്റെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സംസ്കാരം ഒരു തെറ്റല്ല, അത് നമ്മുടെ ജീവവായുവാണ്. വരും തലമുറകളിലേക്കും നാം പകർന്നു നൽകേണ്ടത് ഈ സാംസ്കാരിക അടിത്തറ തന്നെയാണ്. കാരണം ആ സംസ്കാരമാണ് നമ്മെ നമ്മളാക്കുന്നത്. അതാണ് ഇന്നും നമ്മുടെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നതും. അതിനാൽ ആ ആശങ്കകളെ മാത്രം എടുത്ത് വന്ദേ മാതരത്തിന്റെ മുഴുവൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും നിഷേധിക്കുന്നതും ശരിയല്ല. ഇന്ത്യ എന്ന രാജ്യം തന്നെ പല മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ചേർന്നുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ദേശീയ പ്രതീകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ചരിത്രവും ഭരണഘടനയും സാമൂഹിക യാഥാർത്ഥ്യവും ഒരുമിച്ച് പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വരാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക്. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ എന്തുകൊണ്ട് ജനഗണമന ദേശീയ ഗാനമായി? എന്തുകൊണ്ട് വന്ദേ മാതരം നാഷണൽ സോങ് ആയി? ഇത് രണ്ടിലും വ്യത്യസ്തമായ ചരിത്രപരമായ സ്ഥാനങ്ങൾ നൽകുന്നത് ഒരു ക്രമീകരണമായിരുന്നു. ജനഗണമന രാജ്യത്തിന്റെ ഔദ്യോഗിക നാഷണൽ ആന്തമായി സ്വീകരിക്കപ്പെട്ടു. വന്ദേ മാതരം അതേസമയം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ അതിന്റെ പ്രത്യേക സ്ഥാനത്തോടെ നാഷണൽ സോങ് എന്ന പദവി നേടി. ഇവിടെ ഒരു മനോഹരമായ ചരിത്ര സത്യമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപേ തന്നെ ഈ രണ്ട് ഗാനങ്ങളും ഇന്ത്യൻ ദേശീയ ബോധത്തിന്റെ ഭാഗമായിരുന്നു. ഒന്ന് ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക ദേശീയ ഗാനമായി ഉയർന്നു. മറ്റൊന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മയും മാതൃഭൂമിയോടുള്ള അഭിവാദ്യവും പ്രതിനിധീകരിക്കുന്ന നാഷണൽ സോങ് ആയി നിലനിന്നു. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം സ്വാഭാവികമായി തോന്നാം. ദേശീയ പതാക ഉയരുന്നു, ദേശീയ ഗാനം മുഴങ്ങുന്നു, തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു, നമ്മുടെ ഭാഷയിൽ സംസാരിക്കാം, നമ്മുടെ വിശ്വാസം പിന്തുടരാം, നമ്മുടെ അഭിപ്രായം പറയാം. പക്ഷേ ഇതെല്ലാം സ്വാഭാവികമായി ലഭിച്ചതല്ല. ഒരു തലമുറ അതിനായി പോരാടി. അവരുടെ ആ പോരാട്ടത്തിന്റെ ശബ്ദങ്ങളിൽ ഒന്നായിരുന്നു വന്ദേ മാതരം.
അപ്പോൾ നമുക്ക് വീണ്ടും ആ രണ്ട് വാക്കുകളിലേക്ക് വരാം. വന്ദേ മാതരം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു പഴയ ഗാനം, ഒരു സ്വാതന്ത്ര്യ സമര മുദ്രാവാക്യം, ഒരു ദേശീയ പ്രതീകം, അല്ലെങ്കിൽ നമ്മുടെ മണ്ണിനോടുള്ള ഒരു അഭിവാദ്യം? ഒരു പക്ഷേ ഇവയെല്ലാം കൂടിയാകാം. കാരണം ഒരു രാഷ്ട്രത്തിന്റെ ചരിത്രം ഒരൊറ്റ ഗാനത്തിൽ ഒതുങ്ങുന്നില്ല. പക്ഷെ ചില ഗാനങ്ങൾ ആ ചരിത്രത്തിന്റെ ഒരു ഭാഗത്തെ തലമുറകളിലേക്ക് കൊണ്ടുപോകുന്നു. വന്ദേ മാതരം അത്തരമൊരു ഗാനമാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പേ ജനിച്ചൊരു ഗാനം, സ്വാതന്ത്ര്യ സമരത്തിൽ ശക്തി നേടിയ ഒരു ഗാനം, സ്വതന്ത്ര ഇന്ത്യയിൽ നാഷണൽ സോങ് എന്ന ഔദ്യോഗിക സ്ഥാനത്തെത്തിയ ഒരു ഗാനം, ഇന്നും ദേശീയ വേദികളിൽ മുഴങ്ങുന്നൊരു ഗാനം. അതുകൊണ്ട് വന്ദേ മാതരം കേൾക്കുമ്പോൾ നമുക്ക് ചരിത്രത്തെ ഓർക്കാം, ആ ഗാനം എഴുതപ്പെട്ട കാലത്തെ ഓർക്കാം, അത് പാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കാം, അതിന്റെ അർത്ഥം മനസ്സിലാക്കാം. അതോടൊപ്പം ഇന്ത്യയുടെ വൈവിധ്യത്തെയും മനസ്സിലാക്കാം. കാരണം ദേശസ്നേഹം എന്ന് പറയുന്നത് ചരിത്രത്തിലെ മുദ്രാവാക്യങ്ങളാക്കി ചുരുക്കുന്നതല്ല. ചരിത്രത്തെ അറിയുക, അതിന്റെ സങ്കീർണത മനസ്സിലാക്കുക, അതിന്റെ ത്യാഗങ്ങൾ ഓർക്കുക, അടുത്ത തലമുറയ്ക്ക് അതിനെ കൈമാറുക. അതാണ് യഥാർത്ഥ ദേശബോധം. ഒരു കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ തെരുവുകളിൽ മുഴങ്ങിയ ആ വാക്കുകൾ ഇന്ന് ഇന്ത്യയുടെ ഓർമ്മയിൽ ജീവിക്കുന്നു. രണ്ട് വാക്കുകൾ മാത്രം, പക്ഷേ ഒരു നൂറ്റാണ്ടിലേറെയായി ചരിത്രം അതിന്റെ പിന്നിലുണ്ട്. ഒരു ജനതയുടെ സ്വാതന്ത്ര്യ സ്വപ്നം അതിന്റെ പിന്നിലുണ്ട്. ഒരു മാതൃഭൂമിയോടുള്ള അഭിവാദ്യം അതിന്റെ പിന്നിലുണ്ട്. വന്ദേ മാതരം. മാതൃഭൂമിയെ നിന്നെ വണങ്ങുന്നു. സല്യൂട്ട് ഭാരത്.